ഹലോ, ഒന്ന് കർമൂസ വെച്ചൊരു കിടിലൻ അച്ചാറുണ്ടാക്കിയാലോ? ഞങ്ങളിവിടെ ഇതിന് കർമൂസ എന്നിട്ടാണ് പറയാറ്. നിങ്ങളൊക്കെ എന്താ പറയുക? കമൻറ്റ് ഇടണേ. അപ്പോൾ അതാ കർമൂസ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതാ ഉലുവയും കടുകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇത് അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഈ തീ പറ്റ കുറച്ച് വെക്കണേ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ അച്ചാർ പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കർമൂസ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വിനാഗിരി കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെന്തൊടിഞ്ഞ് പോകരുത് കേട്ടോ. നമ്മുടെ കർമൂസ ഒരു ചെറിയ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രൂപത്തിലാവണേ. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്.